നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഇന്ത്യയും അമേരിക്കയുമായി നല്ല ബന്ധം തുടരവേ ചരക്ക് കപ്പലിന് നേരെയുള്ള ആക്രമണത്തിൽ അമേരിക്കയെ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. അമേരിക്കൻ എംബസിയിലെ CDA ജെയ്സൺ വിക്സിനെ ഇന്ത്യ വിളിച്ചു വരുത്തി. ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ നിലപാട് അറിയിച്ചു. കപ്പൽ ആക്രമിച്ചത് സ്ഥിരീകരിച്ച് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രതികരണം. കപ്പൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചെന്നും നിരന്തരം നൽകിയ നിർദ്ദേശങ്ങൾ കപ്പൽ ലംഘിച്ചുവെന്നും അമേരിക്ക പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട കപ്പലിൽ നിന്ന് 3 ഇന്ത്യക്കാരെ കാണാതായിരുന്നു. 21 ഇന്ത്യക്കാരെ രക്ഷിച്ചു. കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് ആശങ്കയെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം കപ്പൽ ആക്രമിക്കപ്പെട്ടതിലും കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട കപ്പലിലും ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു. ഹോർമുസ് കടലിടുക്കിനടുത്തുള്ള എണ്ണ ടാങ്കർ സെറ്റ് ബെല്ലോയുടെ എഞ്ചിൻ മുറിയിൽ മിസൈൽ പതിച്ചാണ് കപ്പലിൽ തീപിടുത്തം ഉണ്ടായത്. പലാവ് പതാക വഹിച്ച കപ്പലിൽ 28 ജീവനക്കാരുണ്ടായിരുന്നുവെന്നും അവരിൽ 24ഓളം പേർ ഇന്ത്യക്കാരാണെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒമാനി തുറമുഖമായ സോഹാറിൽ നിന്ന് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ വടക്ക് കിഴക്കായി സഞ്ചരിക്കുമ്പോഴാണ് അപകടത്തെക്കുറിച്ചുള്ള സന്ദേശം ലഭ്യമായത്. 24 ഇന്ത്യൻ നാവികരിൽ 21 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെങ്കിലും 3 പേരെ കാണാതായതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മസ്കറ്റിലെ തങ്ങളുടെ എംബസി ഒമാനി അധികൃതരുമായി ചേർന്ന് തിരച്ചിൽ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര ഇടനാഴികളിൽ ഒന്നായ ഇവിടെ സുരക്ഷാ സാഹചര്യം അതിവേഗം വഷളാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാനിയൻ ഷിപ്പിങ്ങിനെ ലക്ഷ്യം വെച്ചുള്ള US നാവിക ഉപരോധവുമായി ആക്രമണത്തിന് ബന്ധമുണ്ടെന്ന് ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ സ്ഥാപനമായ ആംപ്രി വിലയിരുത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ ഗതാഗതം സ്തംഭിപ്പിക്കാൻ ഇറാൻ നീക്കം നടത്തിയതിനെ തുടർന്ന് ഏപ്രിൽ പകുതിയോടെ വാഷിംഗ്ടൺ ഇറാനുമായി ബന്ധപ്പെട്ട കപ്പൽ ഗതാഗതത്തിന് ഉപരോധം ഏർപ്പെടുത്തി. അതേസമയം പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയിൽ തീരുമാനമെടുക്കുന്നത് ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ ഇറാൻ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപിന്റെ താക്കീത്. അതിനിടെ അമേരിക്ക ഇറാൻ ധാരണ അന്തിമമാക്കാൻ ഖത്തർ നയതന്ത്ര സംഘം ടെഹ്റാനിലേക്ക് എത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാൻ അമേരിക്ക അന്തിമ ധാരണ ലക്ഷ്യമിട്ടാണ് ഖത്തർ നയതന്ത്ര സംഘം ഇറാൻ തലസ്ഥാനത്തെത്തിയത്. അമേരിക്കയുടെ അപ്പാഷെ ഹെലികോപ്റ്റർ വീഴ്ത്തിയതിനു പിന്നാലെ അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ രൂക്ഷമായ സംഘർഷത്തിന് നേരിയ അയവ് വന്ന സാഹചര്യത്തിലാണ് ഖത്തറിന്റെ നീക്കം. അതേസമയം അപ്പാഷെ വീഴ്ത്തിയതിനു പിന്നാലെ ഇറാനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായത് രൂക്ഷ സംഘർഷമാണ്. അടിയും തിരിച്ചടിയുമായി വീണ്ടും അമേരിക്കയും ഇറാനും യുദ്ധകാഹളം മുഴക്കിയപ്പോൾ ലോകം കനത്ത ആശങ്കയിലായി. അപ്പാഷെ ഹെലികോപ്റ്റർ വീഴ്ത്തിയതിന് തിരിച്ചടിയായി ഇറാനിലെ 20 കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചു. ഹോർമുസ് തീരമേഖലയിലെ ഇറാന്റെ റഡാർ, ടെലികമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങളും ബന്ദർ അബ്ബാസ്, മിനാബ്, ഗേഷം, സിരിക് ദ്വീപുകളിലും ഉൾപ്പെടെയായിരുന്നു ആക്രമണം നടന്നത്. പോർ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ വർഷവും നടത്തി. ജോർദാനിലെ F-35 വിമാനങ്ങളുടെ ഹാങ്ങറും ബഹ്റിനിലെയും കുവൈറ്റിലെയും കപ്പൽ വ്യോമത്താവളങ്ങളും ഉൾപ്പെടെ 21 കേന്ദ്രങ്ങൾ ഇറാനും ആക്രമിച്ചു. തിരിച്ചടിക്ക് ഇറാൻ പ്രയോഗിച്ചത് ഖര ഇന്ധന ദീർഘദൂര മിസൈലുകളായ ഖദർ, ഇമാദ്, ഖൈബർ, സിജ്ജീൽ മിസൈലുകളായിരുന്നു. കുവൈറ്റിലെ സലീം അൽ സാലിം വ്യോമതാവളവും ബഹ്റിനിലെ 5ാം കപ്പൽപ്പട താവളവും അടക്കം ലക്ഷ്യം വെച്ചു. ജോർദാനിൽ കനത്ത ആക്രമണമാണ് നടന്നത്. പിന്നാലെ സംഘർഷത്തിൽ സൗദിയും തുർക്കിയും ഇടപെട്ടു. പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് ഇറാൻ പ്രതികരിച്ചു. നാവിക ഉപരോധം അമേരിക്ക തുടരുന്നത് ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇറാന് ചുറ്റും തമ്പടിച്ചിരിക്കുന്ന വിദേശ സേനകൾ സ്ഥലം വിടുന്നതാണ് നല്ലതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഒരാക്രമണവും മറുപടി കിട്ടാതെ പോവില്ലെന്ന നിലപാടിലാണ് നിലവിൽ ഇറാൻ. സമാധാന കരാറിൽ ഇറാൻ ഉടൻ ഒപ്പിട്ടില്ലെങ്കിൽ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ ആക്രമിക്കാൻ ഉത്തരവ് നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ പശ്ചിമേഷ്യയിലെ വഴക്കാളിയാണെന്നും കരാറിലെത്താൻ വൈകുന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപിന്റെ ഭീഷണി. ഇറാന്റെ സൈന്യം താറുമാറായെന്നും അവരെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയെന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. USന്റെ ഭീഷണിക്ക് വഴങ്ങി പിന്നോട്ടു പോകില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈന്യവും വ്യക്തമാക്കി. അതേസമയം ഒമാൻ തീരത്ത് USന്റെ മിസൈൽ ആക്രമണത്തിൽ ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലിന് തീപിടിച്ച് 3 ഇന്ത്യക്കാരെ കാണാതായി. ഇതിൽ ഒരാൾ മരിച്ചതായാണ് വിവരം. വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വിശദാംശങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കപ്പലിലെ 24 ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു. ബാക്കി 21 പേരെ രക്ഷിച്ചു. അസംസ്കൃത എണ്ണയും രാസവസ്തുക്കളും കൊണ്ടുപോകുന്ന MT സെറ്റബെല്ലോ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു
ഉറപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. സൗത്ത് കരോലിനയിൽ സെനറ്റർ ലിൻസേ ഗ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി നടന്ന റാലിയിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ട്രംപ് നടത്തിയത്. ഇറാന്റെ ഭാഗത്തു നിന്ന് വളരെ അനുകൂലമായ പ്രതികരണങ്ങൾ ചർച്ചകളിൽ കിട്ടുന്നെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഞങ്ങളിപ്പോൾ ചർച്ചകൾ നടത്തുകയാണ്. അവർക്ക് വളരെ നല്ലൊരു കരാറിലെത്താൻ താല്പര്യമുണ്ട്. ഞങ്ങൾക്കെല്ലാം നൽകാൻ അവർ തയ്യാറാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് സമ്മതിക്കാനും അവർ തയ്യാറായിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ചർച്ച വിജയകരമായി പൂർത്തിയാകുന്നതോടെ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യം പൂർണ്ണ വിജയം പ്രഖ്യാപിക്കുമെന്നും ഇതിനു പിന്നാലെ രാജ്യാന്തര വിപണിയിൽ എണ്ണ വില കുത്തനെ ഇടിയുമെന്നും ട്രംപിന്റെ പ്രവചനം. എന്നാൽ എങ്ങനെയാണ് വിജയം കൈവരിക്കുക എന്നതിനെക്കുറിച്ചൊന്നും അദ്ദേഹം കൂടുതൽ വിശദമാക്കിയിട്ടില്ല. ഇത്രയും വേഗം ഒരു കരാറിന് ഇറാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അവർ ശക്തരും അഭിമാനികളുമായ ജനതയാണെന്നും നിലവിൽ അവർക്ക് മറ്റു വഴികളില്ലാത്തതിനാലാണ് കഠിനമായ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതെന്നും ട്രംപിന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.